നമസ്കാരം. 15 ഡേയ്സ് 15 കരിയേഴ്സിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഓരോ ഇൻഡസ്ട്രികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ സെക്ടറുകളെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം ആ സെക്ടറിൽ ലഭിക്കാവുന്ന ജോലികൾ അല്ലെങ്കിൽ എന്തൊക്കെ ജോബ് റോൾസാണ് നമുക്ക് അവിടെ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് സംസാരിക്കുക. മൂന്നാമത് നമ്മൾ പ്രധാനമായിട്ട് ആ ജോലികളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന കോഴ്സുകളെ പറ്റി സംസാരിക്കും. ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്ന സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ITES എന്ന് പറയുന്ന സെക്ടറാണ്. ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു സെക്ടർ. കേരളത്തിനെ സംബന്ധിച്ച് കേരളം ഒരു IT ഹബ്ബാണ്, അല്ലെങ്കിൽ IT ഡെസ്റ്റിനേഷനാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം നിരവധി IT എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ IT കമ്പനികളും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. 3 ലൊക്കേഷൻസിനെ കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ IT ഇത്രയും ബൂമായത്. ഒന്നാമത് ടെക്നോ പാർക്ക് ട്രിവാൻഡ്രം. അവിടെ ഏതാണ്ട് ഒരു 600ഓളം കമ്പനികൾ ആ ടെക്നോ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. 75,000-ഓളം എംപ്ലോയീസ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അടുത്തത് കൊച്ചി ഇൻഫോ പാർക്ക്. അതിന് പല സബ് ഫേസസുകളുണ്ട്, ഒത്തിരി ഫേസുകളുണ്ട്. പല ഇടങ്ങളിലായിട്ട് അതിൻ്റെ ഉപവിഭാഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെയുമുണ്ട് ഏതാണ്ട് 600+ IT കമ്പനികൾ. അവിടെയും 75,000-ഓളം ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. മൂന്നാമത് സൈബർ പാർക്ക് കോഴിക്കോട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻസ് എന്ന് പറയാം. ഇതിന് പുറമെ ധാരാളം കമ്പനികൾ ഒറ്റയ്ക്ക് ഓരോ ഇടങ്ങളിൽ പ്രൈവറ്റ് ബിസിനസ് പാർക്കുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഊഹം വെച്ചൊരു 12,000-ഓളം കമ്പനികളെങ്കിലും കേരളത്തിൽ IT എനേബിൾഡ് സർവീസസിലുണ്ട് എന്നാണ് കണക്കുകൾ പറയുക. 1,200ഓളം കമ്പനികൾ തന്നെ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും അതുപോലെ തന്നെ സൈബർ പാർക്കിലും ജോലി ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് പുറമെ സ്റ്റാർട്ടപ്പിൻ്റെ വലിയൊരു കൾച്ചർ കേരളത്തിലുണ്ട്. അതായത് വളരെ പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ജോലികൾ അല്ലെങ്കിൽ ഉടനെ തന്നെ കമ്പനികൾ ആരംഭിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ വളരെ ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. KSUM എന്ന് പറയുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുക. ഇനി നമ്മൾ പറയുന്ന പോലെ തന്നെ ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, ബോംബെ ഇവിടെ എല്ലാം IT ഹബ്ബുകളാണ്. അപ്പോൾ IT എന്ന് പറയുന്ന ഒരു സെക്ടറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജോലി അനവധിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ ITES സെക്ടറിലുള്ള ജോബ് റോളുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പൊസിഷൻസിലേക്ക് നിങ്ങൾക്ക് എത്താം എന്നുള്ളതിനെ പറ്റി നമ്മളിപ്പോൾ സംസാരിക്കുക. സാധാരണഗതിയിൽ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ജോബ് റോള് നെയിമുകളോ അല്ലെങ്കിൽ പൊസിഷൻസിന് പേരുകളോ ഇതിന് വേണമെന്നില്ല. അതത് കമ്പനികൾക്ക് ആവശ്യമായ തരത്തിൽ അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അവരവരുടെ ഡൊമൈൻ അനുസരിച്ച് ജോലികളുടെ പേരുകൾക്ക്, പൊസിഷൻസിന് അല്ലെങ്കിൽ ജോലി രീതികൾക്ക് വേണമെങ്കിൽ മാറ്റങ്ങളും വരാം. എന്നിരുന്നാലും ഞാൻ കുറച്ച് അധികം ലിസ്റ്റ് ചെയ്യാം. CEO എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്, കമ്പനിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നൊരു പോസ്റ്റാണ്. അതിനുശേഷം CTO ഉണ്ട്, CFO ഉണ്ട്, ക്ലൗഡ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്, AI എഞ്ചിനീയർ ഉണ്ട്, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ഉണ്ട്, അതുപോലെ തന്നെ ഡെവോപ്സ് എഞ്ചിനീയർ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്, പിന്നെ വെബ് ഡെവലപ്പർ ഉണ്ട്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഉണ്ട്. അങ്ങനെ അനവധി പോസ്റ്റുകൾ നിങ്ങളുടെ ജോലിയുടെ രീതി അനുസരിച്ച് മാറി മറിഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇനി ഈ റോളുകളിലേക്ക് എത്തിപ്പെടുമ്പോൾ ഉള്ള ചില പ്രത്യേകതകളും കൂടെ ഒന്ന് പറയാം. നിങ്ങൾക്ക് മെട്രോ നഗരങ്ങളിലൊക്കെ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്നൊരു സെക്ടർ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺസൈറ്റ് പ്രൊജക്റ്റുകൾക്ക് അതിൻ്റെ കാരണമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെ ഒരു ലൈവ്ലി ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് ഭാവിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. അങ്ങനെയുള്ളൊരു ജോബ് റോളുകളും സെക്ടറുമാണ് ഈ പറയുന്ന ITES. നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ് വീഡിയോയുടെ. ഈ സെക്ടറിലേക്ക്, അതായത് ITES എന്ന് പറയുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെക്ടറിലേക്ക് കയറിക്കൂടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത്തെ ഭാഗത്ത് പറയുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അതായത് ഈ ITക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം കോഴ്സാണ് BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് BTech ഇൻ CSE. അതുപോലെ തന്നെ BTech ഇൻ IT എന്ന് പറയുന്ന കോഴ്സും ഇതിന് വേണ്ടിയിട്ട് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. ഇനി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അല്ല നിങ്ങളുടെ മനസ്സിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ BCA എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്ക് കിടക്കാം, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതുവരെ 3 വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ 4 ഇയർ UG പ്രോഗ്രാം വന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് 4 വർഷത്തെ കോഴ്സായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്, അതായത് നോർമൽ BSc കോഴ്സ് തന്നെയാണ്, പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന തരത്തിലുള്ള കോഴ്സാണ്. ഇനി ഈ BCA അല്ലെങ്കിൽ BSc ഒക്കെ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു കോർ ജോബ് IT സെക്ടറിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ MCA എന്ന് പറയുന്ന മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി ഒരു പ്രത്യേക കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് ITES ഇൻഡസ്ട്രിയിലേക്ക് കടക്കാനായിട്ട് BTechഉം BCAയും BSc കമ്പ്യൂട്ടർ സയൻസും മാത്രമൊന്നുമല്ല. ഏത് ഡിഗ്രി കോഴ്സ് എടുത്താലും, ഏത് കമ്പ്യൂട്ടർ സയൻസ്, ഏത് എഞ്ചിനീയറിംഗ് ഫീൽഡ് എടുത്താലും നിങ്ങൾക്ക് ITESലേക്ക് കടക്കാം. പ്രൊവൈഡർ നിങ്ങൾക്ക് കോഡിങ്ങിലും പ്രോഗ്രാമിങ്ങിലും കമ്പ്യൂട്ടർ ലാംഗ്വേജുകളിലും ഒരു പിടുത്തം ഉണ്ടായാൽ മതി. പ്രത്യേകിച്ച് 11th ലും
12th നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചവരാണ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാംഗ്വേജസിലൊരു ബലമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് ഡിഗ്രി പഠിച്ചവരായാലും നിങ്ങൾക്ക് കോഡിങ്ങിൽ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് IT സെക്ടറിലേക്ക് കയറാം. ഇനി ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവസാനമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ITES ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന IT റിലേറ്റഡ് ജോലികൾ മാത്രമൊന്നുമല്ല. അവിടെ ഫിനാൻസ് പരമായിട്ടുള്ള ജോലികളുണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. അങ്ങനെ നിരവധി മറ്റ് ജോലി സാധ്യതകളും ITES സെക്ടറിൽ അവൈലബിൾ ആണ്. താങ്ക് യു.